Hi, magic morning all. Good morning. Good morning, Reena ma'am. ഇവിടെ എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലേ? ആരെയും കാണാൻ പറ്റുന്നില്ല. അതെ, Yes, ma'am. Good പുഞ്ചിരിച്ചുകൊണ്ട് morning. പുറത്ത് വരിക എന്നാ പറയുന്നത്. Okay, fine. Okay. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീക്കിൽ പ്രവീണ മാമിനെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതിൽ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? പ്രവീണ മാമിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ, സെഷൻ വന്നില്ലല്ലോ എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം ഇന്ന് നമുക്ക് പ്രവീണ മാമിന്റെ സെഷൻ ആണ്. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? മാമിനെ കണ്ടപ്പോ ആണല്ലോ, ഇന്നലെ പോസ്റ്ററിലൊക്കെ കണ്ടപ്പോ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഒരു വീക്കില് നമുക്ക് നമ്മുടെ ട്രെയിനേഴ്സിന്റെ ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ഓരോ വീക്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ സെഷൻ എടുക്കുന്ന പ്രവീണ മാം ആണ്. മാമിന്റെ ടോപ്പിക് ദ മൂവി. എന്താണ് മാമിന് അതിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മാം താങ്ക് യു മിത്രിത, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഒരു കഥയാണ് പറയുന്നത്. ഇതൊരു അനുഭവ കഥയാണ് കേട്ടോ. ആ വ്യക്തിയുടെ പേരോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല, എങ്കിലും ഒരു അനുഭവ കഥയാണ്. ഇതില് നമുക്ക് ഒരു പുതിയൊരു തലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ എന്തായാലും സഹായിക്കും. ഓക്കെ, അപ്പൊ മിനു ഒരു IT പ്രൊഫഷണൽ ഉദ്യോഗസ്ഥയാണ്. അപ്പൊ ഇടയ്ക്ക് മിനുവിന് ഒരു ഡിപ്രഷൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നുമ്പോൾ ഒരു യാത്ര ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ അത്തരത്തിലുള്ള യാത്രയുടെ ഒരുപാട് ആപ്പുകളുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഒരു യൂബർ ടാക്സി വിളിക്കാം. അതല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഔട്ട്സൈഡ് കൺട്രിയിൽ ഉള്ളതുപോലെ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ബൈക്കായിട്ട് നല്ല ചുള്ളന്മാരുള്ള ആപ്പുകളുണ്ട്. അതായത് അവരും ഇതേപോലെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ്. അവരുടെ ഒരു പാർട്ട് ടൈം ജോബാണ്. അവരുടെ ഫ്രീ ടൈമിൽ ഇപ്പൊ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ IT ഫീൽഡ് കൂടുതലുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലമാണോ കാണേണ്ടത് ആ സ്ഥലത്തുള്ള വ്യക്തികൾ നമ്മൾ അവിടെ ബൈക്കിലോ അവരെ കാറിലോ ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ മൊത്തം ഒന്ന് കാണിച്ച് അപ്പൊ അവർക്കും ഒരു പോക്കറ്റ് മണിയാണ്. കൂടെ പോകുന്നവർക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതായത് ഡേ ടൈമിൽ എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോയി. അപ്പൊ മീനും ഇതേപോലെ ഹൈദരാബാദിൽ വർക്ക് ചെയ്ത സമയത്ത് ബാംഗ്ലൂർ സിറ്റി ഒന്ന് കാണണം തോന്നി. അങ്ങനെ മീനു എന്ത് ചെയ്തു, ഇതേപോലെ രജിസ്റ്റർ ചെയ്ത് ഒരു വ്യക്തിയെ കണ്ടെത്തി. അപ്പൊ അനൂപാണ് മീനുവിന് കിട്ടിയ സുഹൃത്ത്. അനൂപ് അന്നേ ദിവസം മിനു എത്തുന്ന സ്ഥലത്ത് ബൈക്കുമായിട്ട് എത്തി. അന്ന് അവർ രണ്ടുപേരും കൂടി ബാംഗ്ലൂർ സിറ്റി മുഴുവൻ കറങ്ങി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറേ സമയം ഒരു കഴിഞ്ഞ ഒരു 3-4 മണി ആയപ്പോ അവരുടെ ഇടയിൽ നല്ലൊരു സുഹൃത്ബന്ധം വളർന്നു വന്നു. കാരണം അവര് ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നു, ഇടയ്ക്ക് ബൈക്ക് നിന്ന് പോകുന്നു. ബുള്ളറ്റ് നിന്ന് പോകും, മിനു ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ആ ബുള്ളറ്റ് നിന്ന് പോയാൽ ഷെവ ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കിലോമീറ്ററോളം തള്ളി പെട്രോൾ ഒഴിക്കുക, ഇതൊക്കെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പരസ്പരം കലഹിച്ചും എന്നാൽ അതൊരു ഔട്ട്സൈഡ് ഒരു ദിവസത്തെ വ്യക്തിയാണോ എന്നൊന്നും ഓർക്കാതെ അവരൊരു കൂട്ടുകാരെ പോലെ വളരെ ഹാപ്പി ആയിട്ട് ബാംഗ്ലൂർ സിറ്റി മുഴുവൻ കണ്ടു കഴിഞ്ഞ് കുറെ സമയം എത്തിയപ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്തെത്തുകയാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ കുറച്ച് സമയം മീനു ഒന്നും സംസാരിക്കാതെ കുറെ സമയം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നപ്പം അനൂപ് പിന്നിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ മിനുവിന് ഒരു സ്പേസ് വേണം എന്ന് തോന്നിയപ്പോ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് മിനുവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അനൂപ് എന്ത് ചെയ്തു, കുറച്ചൊന്ന് മാറിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മിനു അവിടെ ഇരുന്ന് ഉറക്കെ കരയാണ്. അപ്പോഴും അനൂപ് അവിടെ ചെന്ന് നോക്കിയതൊന്നുമില്ല കേട്ടോ. ശരി, ആളവിടെ ഇരുന്ന് കരയട്ടെ. കുറെ കഴിഞ്ഞ മിനു ഒന്ന് ശാന്തമായപ്പോ മിനു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അനൂപ് അവിടെ തന്നെ നോക്കിയിരിക്കുന്നത്. മിനുവിന് ഭയങ്കര അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് സാധാരണ ഇങ്ങനെ ഒരാൾ നമ്മൾ കരയുമ്പോഴേക്കും ഓടിച്ചെന്ന് സമാധാനിപ്പിച്ച് ഉള്ളത് കൂടെ ഒന്നുകൂടി കൊളാക്കി തരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ മിനു നോക്കുമ്പോ അനൂപ് ഒരു വികാരവും ഇല്ലാതെ തന്നെ തന്നെ നോക്കുന്ന കണ്ടപ്പോ അനൂപ് അവിടെ ചെന്ന് കൂടെ ഇരുന്നു. അപ്പൊ അനൂപ് ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ മിനുയുടെ കഥ പറയാണ്. അപ്പൊ മിനു പറയുന്നു, ഇതേപോലെ ഒരിക്കൽ മിനു ഒരു ആളെ ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട്
മിനു ആ വ്യക്തിയോട് കൂടിയിട്ട് അതേപോലെ IT പ്രൊഫഷനിലുള്ള ഒരു കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടു. അവർ ഒരുമിച്ച് ലിവിങ് ടുഗെദർ എന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. സെക്ഷലി പോലും അവർ വല്ലാതെ അടുക്കുകയും അത്തരത്തിലുള്ള ഒരു ബന്ധമായി വളരുകയും ചെയ്തു. പക്ഷെ ആ സുഹൃത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നമ്മളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ഹൈറ്റ് ഉള്ള കുട്ടികളെയാണ് ഇഷ്ടം. ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ മിനു ഒരു കുഞ്ഞ് ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ മിനുവിനോട് പറയുന്നത് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് നല്ല ഹൈറ്റ്, എന്റെ ഒപ്പം നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ മിനു ഇത് കേട്ടപ്പോ ആകെ അന്തം വിട്ടു. അപ്പൊ മിനു ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ എല്ലാ നിമിഷങ്ങളും സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ സമയത്തൊന്നും നിന്റെ അമ്മയുടെ ആഗ്രഹം ഒന്നും നീ അന്ന് എന്തുകൊണ്ട് ഓർക്കാതിരുന്നു, എന്തുകൊണ്ട് പെർമിഷൻ ചോദിക്കാതിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സുഹൃത്ത് അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട് അത്രയും ഉറച്ച തീരുമാനത്തിലാണെന്ന് മിനുവിന് മനസ്സിലായി. അപ്പൊ പതുക്കെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ ബന്ധത്തിൽ നിന്ന് അങ്ങ് പിന്നോട്ട് പോവാണ്. പിന്നെ മിനു അതിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് വരുന്നത്. റസാഖ് സാർ കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് ഞാൻ കാര്യത്തിലേക്ക് കൊണ്ടുവരാം, ഒന്ന് ഉഷാറാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ മിനു ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടും. മിനു എന്റെ സുഹൃത്ത് അങ്ങനെ പുറത്തേക്ക് പോയി, എന്നെ വിട്ടേച്ച് പോയി, ഇന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അനൂപ് പറയുന്ന ഒരൊറ്റ വാക്കുണ്ട്: റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. മിനുവിന് ഒന്നും മനസ്സിലായില്ല. മിനുവിന് വളരെ ദേഷ്യമാണ് തോന്നുന്നത്. എന്നെ ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ എന്നെ പറ്റിക്കുകയും ചെയ്ത ആളെ ഞാൻ റെസ്പെക്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴും അനൂപ് ഒന്നും മിണ്ടിയില്ല. പിന്നെയും അവരെന്ത് ചെയ്യും, അവിടുന്ന് യാത്ര തുടങ്ങി. ഏകദേശം രാത്രിയായി. അപ്പൊ ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും അവര് പിന്നെയും ബാംഗ്ലൂർ സിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മിനുവിടെ ഈ സുഹൃത്ത് പെട്ടെന്ന് ഫോണിൽ വരുന്നതാണ്. അതായത് തന്റെ കാമുകനായി നിന്നിരുന്ന ആ വ്യക്തിയുടെ ഫോൺ വരുന്നത്. അപ്പൊ ആ വ്യക്തി ഒരുപാട് ദേഷ്യത്തോടു കൂടിയാണ് മിനുവിനോട് സംസാരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ ചില പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് നീ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളിലെ ഫോട്ടോ, നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തു. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ ഞാൻ കമ്മിറ്റഡ് ആണ്, മറ്റൊരു ബന്ധവുമായിട്ട് എന്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവനെ ഷൗട്ട് ചെയ്യാണ്. അപ്പൊ മിനുവിന് ഇത് സഹിക്കാനേ പറ്റുന്നില്ല. മിനു ആകെ വിഷമിച്ച് സങ്കടം കൊണ്ട് കരയുകയാണ്. അപ്പൊ അനൂപ് വന്നിട്ട് മിനുയുടെ ഷോൾഡറിൽ ഒന്ന് തട്ടിയിട്ട് പറയുന്നുണ്ട്: റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ. അപ്പോഴും മിനുവിന് ഒന്നും മനസ്സിലായില്ല. മിനു വീണ്ടും ഞാൻ എന്തിനാ അത് ഡിലീറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒന്നുമില്ല, അത് എന്റെ ഫേസ്ബുക്ക് ഐ ഡി അല്ലേ. അപ്പോഴും ഈ കാമുകൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നീ എന്റെ ശവശരീരം കാണും, ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് മിനുവിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. അപ്പൊ വീണ്ടും മിനു എന്ത് ചെയ്യുന്നു, അപ്പൊ വീണ്ടും അനൂപ് വന്ന് തോളത്ത് തട്ടി പറയും: റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ മിനു എന്ത് ചെയ്യുന്നു, പറയും. അപ്പൊ മിനുവിനോട് അനൂപ് പറയുന്നുണ്ട്: അതൊന്ന് ഡിലീറ്റ് ചെയ്യൂ, ഇപ്പൊ വേണ്ടത് നിനക്ക് അതാണ്. ഉടനെ തന്നെ അവൾ കുറെ സമയം ആലോചിച്ചെങ്കിലും കുറെ തർക്കിച്ചുവെങ്കിലും അവസാനം അനൂപിന്റെ ആ ഡിസിഷനോട് അവൾ തീരുമാനം എടുത്തിട്ട് ഉടനെ ഡിലീറ്റ് ചെയ്തു. അടുത്തതായിട്ട് ഈ കാമുകൻ വീണ്ടും ചോദിക്കുന്ന ഇതാണ്: നിന്റെ മൊബൈലിൽ നമ്മൾ തമ്മിലുള്ള ഫോട്ടോസ് ഇനിയും ഗാലറിയിൽ കിടപ്പുണ്ടോ? അപ്പൊ അവള് പറഞ്ഞു, ഉണ്ടല്ലോ. അപ്പൊ അതും നീ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ അവള് ചോദിക്കുന്ന ഇത്ര: അത് എന്റെ ഫോണല്ലേ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോണല്ലേ, ഞാൻ എവിടെയും ഷെയർ ചെയ്യില്ല, അതവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഈ കാമുകൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ എത്രയും പെട്ടെന്ന് നീ ഗൂഗിൾ ഫോട്ടോസ് എടുത്ത് ഡിലീറ്റ് ചെയ്യണം, ഞാൻ ഓൺലൈനിൽ വരും, വീഡിയോയിൽ വന്ന് എനിക്കത് കാണിച്ചു തരണം. അപ്പോഴവൾ സമ്മതിക്കുന്നില്ല, തർക്കിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് എന്റെ പേഴ്സണൽ ഫോണാണ്, എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് ഒരുപാട് തർക്കിക്കുമ്പോൾ വീണ്ടും അനൂപ് വന്ന് തോളത്തെ തട്ടി മിനുവിനോട് പറയുന്നത് എത്രയാണ്: റെസ്പെക്ട് ദാറ്റ് വേർഡ്സ് ആൻഡ് ഡു ദാറ്റ് എന്ന് പറയുന്നുണ്ട്. ഉടനെ മിനു എന്ത് ചെയ്യുന്നു, പിന്നെയും കുറെ തർക്കിച്ചെങ്കിലും തന്റെ ഗാലറിയിൽ കിടക്കുന്ന ആ ഫോട്ടോസ് എല്ലാം തന്നെ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പിന്നെ ഫോൺ കട്ട് ചെയ്യണം. അപ്പൊ ഈ കാമുകന് ഏകദേശം സന്തോഷമായി. കാരണം ഇപ്പൊ ഫേസ്ബുക്കിലോ അവളുടെ ഫോട്ടോസോ ഒന്നും, തങ്ങളുടെ ചില ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നുമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം വീഡിയോയിൽ കൂടെ കണ്ടതാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയപ്പോൾ മിനു ഉറക്കെ കരയുകയാണ്. താങ്ങാനേ പറ്റുന്നില്ല. പിന്നെ അനൂപുമായിട്ടുള്ള തർക്കമാണ്: എന്തിനാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത്, ഈ വ്യക്തിക്ക് ഞാൻ എന്ത് റെസ്പെക്ട് ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പൊ അനൂപ് പറയുന്നുണ്ട്: റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. ഇനി കാര്യത്തിലേക്ക് വരാം, നമ്മുടെ ക്യാപ്ഷനിലേക്ക് വരാം. മൈ മൂവീസ്. മൈ മൂവീസ് എന്ന് പറയുമ്പോൾ
ഒരു പക്ഷെ ഇത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്തു? ആടുജീവിതം കണ്ടു, നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടു, ഇപ്പൊ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ആവേശം കണ്ടുപിടിക്കും, ഇതൊക്കെ നമ്മൾ സിനിമകൾ കാണുന്നുണ്ടല്ലേ. അതിൽ നിന്ന് എന്ത് വാല്യൂ ആണ് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുന്നത്? ഒരു പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു മൂവി. യൂട്യൂബിലൂടെ ഞാൻ എപ്പോഴോ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു മൂവിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. പക്ഷെ അതിൽ കിട്ടിയ ഒരു വാക്ക് എന്ന് പറയുന്നത് റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ, റെസ്പെക്ട് അതേഴ്സ് വേർഡ്സ്. അതായത് നമുക്ക് ചില നിമിഷങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില വാക്കുകൾ മറ്റുള്ളവർ നമ്മോട് ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ചില ചിന്തകളുണ്ട്. ഞാൻ എന്തിനിത് കേൾക്കണം, ഞാൻ ഇവരെന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഇവർക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു, ഇവരെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മളെല്ലാവരും, ഞാൻ അടക്കം കേട്ടോ, ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷെ ഓഫീസിലാണെങ്കിലും ചില സമയത്ത് ചില തീരുമാനങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കാതാവുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുടുംബത്തിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവർ ഷൗട്ട് ചെയ്യുന്നു. പക്ഷേ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. സ്പിരിച്വൽ സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം നൽകിയിട്ടാണ് ക്രിയേറ്റർ ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതായത് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ അവർക്ക് കിട്ടിയ അറിവുകൾക്കനുസരിച്ച് കിട്ടിയ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനനുസരിച്ചുള്ള അറിവുകൾക്കനുസരിച്ചാണ് അവരവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവിടെ മിനുയുടെ കാമുകൻ പറയുന്നത് ഒന്നുണ്ട്, നീ അത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ മിനു ഒപ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ വ്യക്തിക്കല്ല, പകരം മിനുവിനാണ്. അവിടെ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് റെസ്പെക്ട് കൊടുക്കുക. എനിക്കിത് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഇത് ശരിയല്ല, എന്റെ ശരി ഇതാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, ഒരു അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ റെസ്പെക്ട് ദാറ്റ് വേർഡ്, ഐ റെസ്പെക്ട് യുവർ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് പൂർണ്ണമായും ബഹുമാനം നൽകുന്നു, റെസ്പെക്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു സമാധാനമാണ്. അവർ പറയുന്നത് എന്താണ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന്റെ പിന്നാലെയാണ് നമ്മുടെ ചിന്തകൾ പലപ്പോഴും പോകുന്നത്. ഞാൻ പറഞ്ഞപ്പോ എന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ കൂട്ടുകാരൻ അത് ഉൾക്കൊണ്ടില്ല, സ്വീകരിച്ചില്ല. പക്ഷെ അത് പറയുന്ന സമയത്ത് നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മനസ്സിൽ പറയുക, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും നല്ല അറിവിന്റെ ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ എന്നോട് പെരുമാറുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായ ഒരു അറിവോ ഒരു അവസരമോ ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതിലും നന്നായി എന്നോട് പെരുമാറിയേനെ, ഇതിലും നല്ല വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചേനെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ പറഞ്ഞ കാര്യത്തെ ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യാനും ഒപ്പോസ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നമ്മുടെ ഉള്ളിലുള്ള ശരിയാണെന്ന് ഓർക്കുക. അവരുടെ ഉള്ളിലുള്ള ശരി മറ്റൊന്നാണ്, അവരുടെ ഉള്ളിലുള്ള വെളിച്ചം മറ്റൊന്നാണ്. ആ വെളിച്ചത്തിന് മാറ്റം വരുമ്പോൾ അവരുടെ ചിന്താഗതികൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മാറ്റം വരും. ഇവിടെ അനൂപ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റെസ്പെക്ട്. ആ വ്യക്തി അത് പറയുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യൂ. ബിക്കോസ് ദാറ്റ് വിൽ ഗിവ് എ പീസ്ഫുൾ മൈൻഡ് ഫോർ യു. അത് ചെയ്യുന്നതോടുകൂടി നീ അതിൽ നിന്നും പൂർണ്ണമായും ഫ്രീ ആകും. ഇത് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ ബന്ധം ഇനിയില്ല, ആ വ്യക്തിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യൂ, അതിനെ സ്വീകരിക്കൂ. അവർക്ക് സമാധാനം കൊടുക്കാൻ നമുക്കാവുമെങ്കിൽ ഇത് നമുക്ക് ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ പലപ്പോഴും ഇന്ന് ആ മൂവി കണ്ടതിന് ശേഷം ഞാൻ ഓരോ സമയത്തും എന്നോട് ആരെങ്കിലും ഇത്തരത്തിൽ സംവദിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ മനസ്സിൽ ഉരുവിടുന്ന ഇത്ര മാത്രം, നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അതിനെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു.
നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. എന്റെ ശരി എന്താണെന്ന് വെച്ചാൽ ആ ശരികൾക്ക് പിന്നെയും ഞാൻ മുന്നോട്ട് പോവുക. ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളുമായി ഒരു മൂവിക്ക് പോയി വരുമ്പോൾ അത് വെറും ഒരു എന്റർടൈൻമെന്റ് ആയി മാറ്റാതെ തിരിച്ചു വന്നു കഴിഞ്ഞ് കുടുംബവുമായിട്ടാണ് നിങ്ങളൊരു ഫാമിലി ഒരു മൂവിക്ക് പോകുന്നതെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞ് അതിനെ കുറച്ച് സമയം ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഒരു പക്ഷെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട് നമ്മൾ അതിൽ നിന്ന് എന്തെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ആ കുറച്ച് കൂട്ടുകാർ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനപ്പുറം കടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവർ കുറച്ച് സമയത്തേക്കെങ്കിലും തങ്ങളുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ട ഒരു ആവലാതിയിലൂടെ കടന്നുപോയത്. അതിനെക്കുറിച്ച് പറയുന്നത് പോലീസുകാർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതിന്റെ ഉള്ളിൽ പോയി നഷ്ടപ്പെട്ടവരെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഒരുപാട് മാധ്യമങ്ങളിലൂടെ ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ പോലും ഇത്തരം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടെങ്കിലും ആ വാക്കുകളെ നാം റെസ്പെക്ട് ചെയ്യുക. നമ്മുടെ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് കുടുംബവുമായി ഡിസ്കസ് ചെയ്യുക. ഒരുപക്ഷെ ആടുജീവിതം കണ്ടവരും ഇതിലുണ്ടായിരിക്കാം. അതിൽ നിന്ന് എന്റെ കുടുംബത്തിന് എനിക്ക് കിട്ടിയ വാല്യൂ എന്താണ്, ഞാൻ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറും ഒരു മൂവി കണ്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, പ്രത്യേകിച്ച് ഫാമിലിയുമായി നിങ്ങൾ ഒരുമിച്ച് പോയി എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഇത്തിരി സമയം ഒന്ന് കണ്ടെത്തുക. ഒരുപക്ഷെ അത് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പാഠമാകും. പിന്നീട് മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട് എല്ലാവരും മനസ്സിലാക്കുന്ന ഇത്, ഒരുപക്ഷെ ഇനിയൊരു യാത്ര നടക്കുമ്പോൾ അവിടേക്ക് പോകാൻ പാടില്ല, നിങ്ങളുടെ സേഫ്റ്റിക്കാണ് എന്നൊരു ബോർഡ് അവിടെ എഴുതി വെക്കുമ്പോൾ ഐ റെസ്പെക്ട് ദാറ്റ് വേർഡ്സ്. ഈ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. ബിക്കോസ് അത് എന്നെ സുരക്ഷിതനാക്കും എന്ന് ഓർക്കുക. ഇത്തരം ഒരുപക്ഷെ ആ ജീവിതത്തിൽ അന്ന് അവിടെ വീണ് കഴിഞ്ഞ ആ വ്യക്തി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു ജീവിതത്തിലേക്ക് വന്നത് പോലും. ആ വാക്കുകളെ റെസ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ, അതിന് കൊടുക്കേണ്ട ബഹുമാനം നൽകിയിരുന്നെങ്കിൽ ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നില്ല. ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുക. കാരണം ഇന്ന് മൂവി ഏകദേശം ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് മൂവി കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതാണ്: ഇതിൽ നിന്ന് ഞാൻ എന്ത് നേടി, ഇത് എനിക്ക് ജീവിതത്തിൽ എങ്ങനെ മുതൽക്കൂട്ടാവും എന്ന് ഓർക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. കാരണം അതും നമ്മളെ സഹായിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. കഴിഞ്ഞു പോയ മൂവീസിൽ നിന്ന് ഞാൻ എന്താണ് ശരിക്കും നേടിയത്, അതിൽ നിന്ന് എന്ത് അറിവാണ്? എല്ലാം അറിവുകളാണ്. ഇത്തരത്തിൽ അറിവുകൾ നേടാൻ നമുക്കും ഏറെ സഹായകമാവും. പ്രത്യേകിച്ച് കുടുംബങ്ങളെ ഒരുമിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് വിഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു മീഡിയ ആണ്. അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാവും. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളെ രേഖപ്പെടുത്താൻ എളുപ്പം സഹായിക്കും. അതിൽ നിന്ന് കിട്ടിയ അറിവുകളാവട്ടെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ കുടുംബത്തോടൊപ്പം തന്നെ മൂവീസ് ഒക്കെ കാണാൻ പോവുക. തിരിച്ചു വന്നതിന് ശേഷം അതിൽ നിന്ന് എന്ത് നേടി എന്ന് പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ മാം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. യെസ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു സെക്ഷൻ. കാരണം അതായത് നമ്മളാണ് സാധാരണ മറ്റുള്ളവരെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെ? അപ്പോൾ നമ്മൾ മാറേണ്ട ശീലങ്ങളെ മാറ്റേണ്ടത് അത്തരത്തിലൊരു കാര്യങ്ങളിലൂടെയാണ്, കഥകളിലൂടെ നമ്മളെ മുന്നോട്ട് നയിച്ചത്. കാരണം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുക മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്നും, പക്ഷെ അത്തരത്തിൽ ആ സാഹചര്യങ്ങളെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കരുത്. നമ്മൾ ആ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ആ എന്താ പറയാ പ്രതിസന്ധികളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുക, ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ള ഒരു സന്ദേശം ഇതിൻ്റെ അകത്ത് ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ സന്ദർഭത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുക, അതല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ പാത തന്നെ മുന്നോട്ട് പോകുമ്പോഴും
ഫോർഗീവ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഒരുപക്ഷെ അത് മാനസാന്തരം പെട്ടേക്കാം. അതോടൊപ്പം നമ്മുടെ മനസ്സമാധാനം കിടയാനില്ല. അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ കഴിയട്ടെ, അല്ലെങ്കിൽ കഴിയുന്നതിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ മാഡത്തിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബാബു സാർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അതിലൊരു വേർഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഫോർഗീവ്നെസ് തന്നെയാണ്. താങ്ക് യു. ആ ഒരു പോയിന്റ് കൂട്ടിച്ചേർത്തതിന് ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളുടെ തീരുമാനത്തെ പൂർണ്ണമായും സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ ഫോർഗീവ്നെസ്സും കൂടി കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ്. താങ്ക് യു. താങ്ക് യു ബാബു സർ, താങ്ക് യു സോ മച്ച്. റസാഖ് സർ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാത്രി ഉറങ്ങാൻ കുറച്ച് സമയം വൈകി, അതാണ് പ്രശ്നം. പിന്നെ അല്ല, നമ്മുടെ ഫീലിങ്സ് നമ്മൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. പൊതുവെ നമ്മളൊരു ബോർഡ് വെച്ചാല് ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് പോയി വെക്കും. എന്താ ഇവിടെ എന്താ പ്രവേശനം ഇല്ലാതെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പോകാനും വേണ്ടിയിട്ടല്ല. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാല് എന്താ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ പൊതുവെ നമ്മളൊരു വിപരീത ഘട്ടത്തിലാണ് യാത്ര ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ബി മാജിക്കിൽ ഒരു 120ഓളം പേര് അല്ലെങ്കിൽ 120ന്റെ അടുത്ത് ആളുകളുണ്ട്. അതില് എല്ലാവരോടും പരസ്പരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, രാവിലത്തെ സൂം മീറ്റിംഗ് ആണ് ബി മ്യൂസിക്കില് പ്രത്യേകം ഉള്ളത്. അതല്ലാതെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് അവിടെ ഭക്ഷണമൊന്നും കൊടുക്കണില്ല എന്നാണ് എന്റെ അഭിപ്രായം. വിൻസിമ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഗ്രൂപ്പിലൊന്നും പ്രത്യേകിച്ചൊന്നും കൊടുക്കണില്ല. ആകെ ഉള്ളത് രാവിലത്തെ ഈ സൂം മീറ്റിംഗ് ആണ്. അപ്പൊ ഈ സൂം മീറ്റിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ലീഡർമാര്. എന്നാലും പഴയ ആളുകൾ, ആ മണിസാറും ആ ബിൻസിമേമും ആ ഒരു ഇത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. പുതിയ ആളുകളൊന്നും കാണുന്നില്ല. ഷാഹിദൊക്കെ ആ മൂലക്കിൽ ഇരിക്കണം, അതൊരു മൂലക്കിൽ ഇങ്ങനെ ഷാഹിദുണ്ട്, ശീലമ്മ ഉണ്ട്, ഇവരൊക്കെ തന്നെ ഉള്ളൂ. പുതിയ ആളുകളൊന്നും കാണുന്നില്ല. അപ്പോ എന്തുകൊണ്ടാണ് അത് വരാത്തത് എനിക്ക് പിടുത്തം കിട്ടില്ല. ഇപ്പോ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. ബി മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1.5 വർഷമായിട്ട് ബി മാജിക്കിന് മീറ്റപ്പ് ഇല്ലാതെ വന്നിട്ട്. കാരണം ഒരു മാസത്തിൽ ഒരിക്കൽ, അതല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ബി മാജിക്കില് മീറ്റപ്പ് നടത്തിയിരുന്നു. കരുത്തരായ കുറച്ച് ആളുകൾ അതിൽ പ്രവർത്തിക്കാനുണ്ടായതുകൊണ്ട് ആ ആളുകളൊക്കെ ഒന്ന് ബേക്കിലേക്ക് നിന്നു. പുതിയ ആളുകളൊക്കെ ഇങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നതാണ്. ഇപ്പൊ എന്തായി, പഴയ ആളുകളും ഇല്ലാതായി, പുതിയ ആളുകളും ഇല്ലാതായി, ആ അവസ്ഥയിലായി. പുതിയ ആളുകളൊക്കെ വരട്ടെ, പുതിയ ആളുകളൊക്കെ ഒന്ന് ഉഷാറാകട്ടെ എന്നുള്ളതൊക്കെ ഒന്ന് മാറി നോക്കുക, 2 കൂട്ടരും ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്തായാലും നമുക്കൊരു മീറ്റപ്പ് ഉണ്ട്, അടുത്ത ശനിയാഴ്ചയാണ്. ഇനിയും ആരും അറിയാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, വരണം എല്ലാവരും. അതേപോലെ തന്നെ പ്രവീണ മാമും പറ്റുകയാണെങ്കിൽ ഒന്ന് വന്നോളിയുണ്ട്, നമുക്കൊന്ന് കാണാം, അത്രേ ഉള്ളൂ. നേരിട്ട് കാണാം, അതല്ലാതെ അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല. നേരിട്ടൊന്ന് കാണാം, ഒന്ന് ബന്ധപ്പെടാം, ഒന്ന് സംസാരിക്കാം, ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പോകാം, അത്രേ ഉള്ളൂ. താങ്ക് യു. വെൽക്കം. Okay, thank you Razak sir. Okay, Shamini ma'am. Shamini ma'am. മാം മെസ്സേജ് ഇട്ടിരുന്നു, എനിക്ക് ആടുജീവിതത്തിൽ നിന്ന് മനസ്സിലായത് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞോളൂ. ആ ഷൈമിന മാം ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പറഞ്ഞോളൂ കേക്കാം. മാം, എനിക്ക് മനസ്സിലായത് ആടുജീവിതത്തിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോന്ന് അത് കുട്ടികളുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. കാരണം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അതാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. അവിടെ പോകുമ്പോ അതുങ്ങളെ സഹായിക്കാനും ആരുമില്ല. തന്നെയല്ല, ഒരറിവില്ലായ്മ, ഭാഷ അറിയാത്തത് കൊണ്ടല്ലേ അവിടെ ചതി പറ്റിയത്. ഭാഷ അറിയാതെ നിസ്സഹായരായി നിന്നവരെ അതുങ്ങളെ ചതിച്ചു കൊണ്ടുപോവുകയായിരുന്നല്ലോ. യഥാർത്ഥ സ്പോൺസർ അല്ലല്ലോ അവിടെ വന്ന് അവരെ കൊണ്ടുപോയത്, വേറൊരാളല്ലേ. അപ്പം അവിടെ ഒരു അറിവില്ലായ്മയല്ലേ, അറിവില്ലായ്മ കൊണ്ടല്ലേ അങ്ങനെ ഒരു ചതി അതുങ്ങൾക്ക് പറ്റിപ്പോയത്. അപ്പൊ അല്ല, ഞാൻ മൂവിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മുഫിദ പറഞ്ഞതുപോലെ ഈ ആഴ്ച പ്രവീണ മാമിനെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഒന്നും, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഒന്നും നമ്മളെ ചതിക്കുന്ന ഒരാളിനോട് പെട്ടെന്ന് അങ്ങനെ
ഒരു ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു അറിവ് കൊണ്ടോ നമ്മൾ ഒരു പക്ഷെ ഫോർഗീവ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളാകുമ്പോഴേ അല്ല പെട്ടെന്ന് അവർക്ക് അതൊന്നും പിന്നെ ഒരു വ്യക്തി ഇങ്ങനെ നമ്മളെ ചതിക്കുന്ന സമയത്ത് അത് ക്ഷമിക്കാനോ അങ്ങനെ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാവരും ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. വെൽക്കം. ശ്യാമിനി മാം പറഞ്ഞ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം. പലപ്പോഴും നമ്മൾ സിനിമ കണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഓ പൃഥ്വിരാജ് നന്നായി അഭിനയിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരത് അഭിനയിച്ച് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അവരതിന് വാല്യൂ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് വെറും എന്റർടൈൻമെന്റ് ആക്കി മാത്രം എടുക്കാതെ അതിൽ നമുക്ക് ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അതിലുണ്ടാവും. അതും സ്വീകരിക്കാനും 3 മണിക്കൂർ നമ്മൾ പൈസ എല്ലാം ചെലവാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്തിന് വാല്യൂ ഉണ്ടാക്കാൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഉപയോഗിക്കാം. എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഷാമിനി മാം പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും എല്ലാവരും ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാത്തിനും നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ എല്ലാ വ്യക്തികളും നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല. നല്ലതും ചീത്തയും ഒക്കെ ഈ ലോകത്തിന് ആവശ്യമാണ്. ഓരോരുത്തർക്കും മാറേണ്ട സമയമാകുമ്പോൾ ആ വെളിച്ചം അവിടെ കൂടുതൽ പ്രകാശിക്കാനുള്ള ഒരു അറിവുകളായിട്ട് അവരുടെ മുന്നിൽ അവതരിക്കും. അതുവരെ ആ വ്യക്തി എന്ത് തീരുമാനിക്കുന്നു, ആ വ്യക്തി എന്ത് പറയുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, എന്തിനേയും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. ആ വ്യക്തി അത് ചെയ്തോട്ടെ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാവണം, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടത്, ഇത് മാത്രം നാം ചിന്തിച്ചാൽ മതി. കാരണം അത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. താങ്ക് യു. മുഫീദ മ്യൂട്ടാണ്. സോറി. ഓക്കെ, താങ്ക് യു ഷൈമിന മാം. ഷാമിനി മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചോളൂ ഷാമിനി മാം. പറഞ്ഞു ഷാമിനി മാം പറഞ്ഞല്ലോ. അല്ല, ഷൈമിന മാം ആണ് സംസാരിച്ചത്. അതെയോ? ഓ, എനിക്ക് പേര് ചെറിയൊരു വ്യത്യാസം അല്ലേ. ശരി. ഷാമിനി മാം. ഓക്കെ ഷൈമിന മാം. ഓക്കെ പറഞ്ഞോളൂ. താങ്ക് യു മാം. നമ്മളെപ്പോഴും പാസ്റ്റിന്റെ ഒരു തടവറയിൽ കഴിയുന്ന കുറെ ആളുകളാണ്. എപ്പോഴും എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഒന്നും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ പരാതികളും അത് മറ്റുള്ളവരിൽ നമ്മൾ ചിലർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഷാമിനി മാം ഒരു മിനിറ്റ്. പ്രവീണ മാം കേൾക്കാവോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറച്ച് കുറവാണ്. ഷാമിനി മാം സൗണ്ട് കുറവാണ്, ഒന്ന് സംസാരിക്കാവോ? ഒന്നും കേൾക്കണില്ല ഷാമിനി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അല്ല, നമ്മൾ പലപ്പോഴും പാസ്റ്റിന്റെ തടവറയിൽ കഴിയാണ്. പല വേദനകളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ കുറേ കാലം എടുക്കുന്നുണ്ട്, കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണോ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറയണോ, മറ്റുള്ളവർ അവരെ ആശയങ്ങൾ കൊണ്ടുവരണോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ പാസ്റ്റിന്റെ വേദന മുന്നോട്ട് കയറി വരികയാണ്. എന്നെ എന്താ അവർ മനസ്സിലാക്കാത്തത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്ത് നേടി, അങ്ങനെ നമ്മൾ പാസ്റ്റിലേക്കാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അതിപ്പോൾ ഇല്ലെങ്കിലും പാസ്റ്റത്തെ അനുഭവങ്ങൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ റിക്കവർ ആകാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ഞാനും വിചാരിക്കുന്നുണ്ട് നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷെ ആരെങ്കിലും അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ശരി ഇത് തെറ്റെന്ന് നിർദ്ദേശിക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര കാലമായിട്ട് എന്ത് ശരിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ട് എന്താ നേടിയത്, ഇത്തരം അതെല്ലാം തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിങ്ങനെ കയറി വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റെസ്പെക്ട് ദെയർ വേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സാഹചര്യത്തെ വലുതാക്കാതെ, എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സമാധാനം വേണമെങ്കിൽ അതിന് ഓക്കെ എന്ന് പറഞ്ഞു പോവുക. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മനസ്സിന് തന്നെയാണ്. ഫോർഗിവ്നെസ് എല്ലാം വന്നാലും
പലപ്പോഴും പാസ്റ്റിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു മനസ്സെപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എനിക്കിപ്പോൾ ശരിക്കും ആവശ്യമായിരുന്നു. താങ്ക് യു മാം. ഞാനൊന്ന് പ്രത്യേകം പ്രവീണ മാമിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് 100% എനിക്കിതിൽ എന്താ ഉള്ളതെന്ന് കുറച്ചും കൂടെ, ഞാൻ സാധാരണ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നല്ല, പക്ഷെ ഒന്നും കൂടി ഇന്നത്തെ ദിവസത്തിന് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടി. താങ്ക് യു മാം. ഗ്രേറ്റ്, താങ്ക് യു. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടി, അതാണ് എനിക്ക് കിട്ടി. എനിക്കിന്ന് എത്രയും ആവശ്യമായിരുന്നു, കണ്ടോ. അപ്പൊ ചിലപ്പോ ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്തത് പോലും ചിലപ്പം അത് കേൾക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആ ഒരു അറിവ് ആഗ്രഹിച്ച വരെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ഷെയറിംഗ്. താങ്ക് യു. താങ്ക് യു ഷാമിനി മാം. ബിൻസി മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ മാജിക്കില് ഓരോന്നും നമുക്ക് കിട്ടുന്നത് നമ്മളത് എത്രത്തോളം നമ്മളില് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വേറൊരാളുടെ ഒരു അവസ്ഥയിൽ നമ്മളത് അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അവരുടെ ആ ഒരു ആശ്വാസം കാണുമ്പോഴാണ് നമ്മുടെ ബി മാജിക്കിന്റെ പോയിന്റ്സിനോടുള്ള ഒരു വാല്യൂ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം. മെയിനായിട്ട് ബി മാജിക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം പ്രവീണ മാമിനെ പോലുള്ള മഹത് വ്യക്തികളെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്കായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോവാനുള്ള നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് രാവിലെ തന്നെ കിട്ടുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞാന്ന് തന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റും ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ഉള്ളൂ, ഭയങ്കര ഇഷ്യൂസ്, സ്ട്രഗിൾ എന്ന് വെച്ചാൽ ആ കുട്ടി ഇങ്ങനെ ഉരുക ആ ഒരു വീട്ടിൽ നിന്നിട്ട്. അപ്പൊ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നിട്ട് രണ്ടാളും കൂടെ ഭയങ്കര പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞിട്ടും താന്നില്ല. അവസാനം ഞാനങ്ങ് കൂളായി, അവരുടെ ആ ഒരു സ്റ്റണ്ടങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഇതുവരെ കഴിഞ്ഞത് നിങ്ങൾ വിട്ട് നല്ല നല്ല എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ബി മാജിക്ക് ഫുള്ളെടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഹോട്ടലിൽ ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം രണ്ടാളും നല്ല കമ്പനി ആയിട്ട് വണ്ടിയിൽ 2 വീലറിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് പോകുന്ന കണ്ട് ഇവരെങ്ങനെ നോക്കുന്നുണ്ട് ആ കുട്ടികളെ. എനിക്ക് ഭയങ്കര ഒരു സമാധാനം, നമുക്ക് അത്രയൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ, അവര് റിലീഫ് ആയല്ലോ എന്നുള്ളൊരു സമാധാനത്തില് ഞാൻ തിരിച്ച് എന്റെ വണ്ടിയിൽ കയറി പോകുമ്പം ആ ലേഡി എനിക്ക് ടാറ്റ തരിക. അവരൊന്നും അറിയില്ല, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങള്, അതായത് അവര് തമ്മിലുള്ളത് ഒരു രംഗം കാണുമ്പോ അറിയാലോ. അപ്പം എന്നിട്ട് ആ കുട്ടി വീട്ടിൽ ചെന്നിട്ട് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ എത്രയും ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടിയൊരു ദിവസം ഉണ്ടായിട്ടില്ല. ശരിക്കും അതിന് ക്രെഡിറ്റ് ഫുള്ളും ബി മാജിക് പ്രവീണ മാമിന്റെ ഇത്തരം ക്ലാസ്സുകള്. അപ്പൊ പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ തന്നെയാ. കാരണം നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോ അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾ മുക്കാലും കാര്യങ്ങള് അതായത് കുട്ടി ചെന്ന് കയറിയതാണല്ലോ കുട്ടിയുടെ മനസ്സിൽ, അവരാണെങ്കിൽ പുറത്തുനിന്ന് വന്ന കുട്ടിയാണല്ലോ, അവരുടെ മൂക്കൊന്നും ചെയ്യാൻ ഇവൾക്കൊന്നും ചെയ്തുകൂടാന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, നീ റെസ്പെക്ട് ചെയ്യ്, അവരെന്തോ ആയിക്കോട്ടെ, നീ റെസ്പെക്ട് ചെയ്താൽ മാത്രം മതി, നിനക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. അപ്പൊ അതേ വിഷയം തന്നെ മാം ഇത് പറഞ്ഞപ്പോ എനിക്കിനി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. താങ്ക് യു മാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഞാൻ ബ്രോഷർ ഒന്നും കണ്ടില്ലെങ്കിലും പ്രവീണ മാമിന്റെ ക്ലാസ് ആകുമ്പോ എനിക്ക് ബി മാജിക്കിൽ വരാൻ പറ്റുന്നതിനോട് യൂണിവേഴ്സിനോട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിൻസി മാം. താങ്ക് യു ബിൻസി മാം. ഉണ്ണികൃഷ്ണൻ സർ, സീത മാം ആണോ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? യെസ്, അതെ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ പോസ്റ്റ് കിടന്ന സമയത്ത് ശരിക്കും മൈ മൂവി എന്നുള്ളതാണ്. പക്ഷെ എല്ലാ ക്ലാസ്സിലും മാമിന്റെ പോസ്റ്ററിനനുസരിച്ചായിരിക്കില്ല മാമിന്റെ ക്ലാസ്, വളരെ വ്യത്യസ്തമാണ്. വളരെ സന്തോഷമുണ്ട് പറയുമ്പോൾ. നല്ല താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. നമ്മൾ റെസ്പെക്ട് എന്ന് പറഞ്ഞ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലിയിൽ അത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ പല ബന്ധങ്ങളും ഇന്ന് ഇല്ലാതെ ആവുന്നത് ഈ ഒരു റെസ്പെക്ട് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. നമുക്ക് കാലത്ത് തന്നെ ഇതുപോലെ ഇപ്പൊ ബിൻസി മാം മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ ബി മാജിക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ക്ലാസ് അതെന്താണ് മറ്റുള്ള റസാഖ് സാറ് പറഞ്ഞു കുറെ പേരുണ്ട് ഇതിൽ അവരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ് അവരിത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തതെന്ന് എനിക്കറിയില്ല. വളരെ യൂസ്ഫുൾ. കാലത്ത് തന്നെ നമുക്ക് പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് ഇതിന്ന് കിട്ടുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഫുള്ള് വൈബാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത്. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ ഇതിന്ന് ഇങ്ങനെ ലീവ് അടിച്ച് പോകുന്നത് എന്ന്. വളരെ താങ്ക് യു പ്രവീണ മാം, നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു. താങ്ക് യു പ്രീത മാം. താങ്ക് യു സോ മച്ച്. ഹക്കീം സർ.
ഹക്കീം സർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. ഞാൻ പ്രവീണ മാമിന്റെ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഒരു മൈൻഡ് റീഫ്രഷ് ആക്കാനുള്ള ഒരു ടിപ്സ് ആണ് കൂടുതലും പിന്നെ പ്രവീണ മാം പറയാം. നമ്മളെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് തോന്നുന്നു പ്രവീണ മാം സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ വളരെ വലുതാണ്. നമ്മുടെ മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്ത് പിന്നെ ആ ക്ലാസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് വളരെ വലുതാണ്. നിങ്ങൾ ഒരു ലോങ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അത് കിട്ടുന്നത്. നമ്മുടെ മൈൻഡിലുള്ള എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റി നമ്മളൊരു മൈൻഡ് റീഫ്രഷ് ആകാനുള്ള സഹായിക്കുന്ന ക്ലാസ്സുകളാണ് പ്രവീണന്റെ ഈ ക്ലാസ് കൊണ്ട് എനിക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് കരുതുന്നു. പിന്നെ പ്രവീണ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, അതിനെ നമുക്ക് ബ്ലെയിം ചെയ്തിട്ട് പോവാം. രണ്ട്, അതിൽ നിന്നും ലേൺ ചെയ്തിട്ട് പോവാം. നമ്മൾ ബ്ലെയിമിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീണ്ടും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. മറിച്ച് നമ്മൾ അതിനെ ലേണിംഗ് ആയിട്ട് നമുക്ക് അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാണെങ്കിൽ ലൈഫിൽ വിജയം ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് വെച്ച്. Anyway, thank you for valuable information, Pravina ma'am, and thank you to all. Thank you so much, Hakeem sir. Thank you, Hakeem sir. Sindhu ma'am. Hi, Pravina ma'am. Magic morning to all. Good morning. കുറെ ദിവസമായി കണ്ടിട്ട് തോന്നുന്നു അതേപോലെ ഒരു തോന്നല്. അപ്പൊ ഇന്ന് എന്തായാലും ഈ ഒരു ഫാമിലിക്ക് വന്നതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി അറിയണം. പിന്നെ ഇതിലിപ്പോ ഓരോരുത്തർ പറയണ പോലെ ആ ചിരിയാണ് നമ്മളെ പോസിറ്റീവ് എനർജി. ആ ചിരിച്ചുകൊണ്ടുള്ള ക്ലാസ്സും എന്താണാവോ അറിയില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാമിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പൊ മാം ഞങ്ങളെ ഫാമിലിയിലത്തെ ഒരു അംഗാണ്. അപ്പൊ മാമിനെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കാണണം. ഇതില് പറഞ്ഞതിൽ ഇപ്പൊ എന്റെ ചെറിയൊരു അനുഭവം പറയട്ടെ. റെസ്പെക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുടുംബത്ത് കയറി വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ, നമ്മളൊരു കുടുംബത്തേക്ക് പറഞ്ഞയക്കുന്ന പെൺകുട്ടികളായിക്കോട്ടെ, ആ കുടുംബത്ത് ചെന്ന അവിടെ ഉള്ള ആൾക്കാർ അവിടുത്തെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് ഇവര് പോണം എന്നുള്ള. അപ്പൊ നമ്മളെ സ്വഭാവം മാറ്റണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ആ ഒരു കുടുംബത്തെ സ്വഭാവം മാറ്റിയിട്ട് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മളെ സ്വഭാവത്തെ ഒന്ന് മാറ്റി അവർക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തെ ഒരു ഐക്യത ഉണ്ടാവും. ഇപ്പൊ രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണെച്ചെങ്കിൽ രണ്ടു തരം സ്വഭാവമായിരിക്കാം. പക്ഷെ അപ്പൊ അവര് ആ ഒരു കുടുംബത്തുള്ളവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റിലൂടെ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു സ്നേഹം, ഇതിലൂടെയൊക്കെ നമുക്ക് ആ കുടുംബത്തിൽ നല്ലൊരു ഐക്യത്തോടു കൂടി കൊണ്ടുപോകാൻ ആ കുടുംബത്തിന് നമുക്ക് സാധിക്കുന്നുള്ള കാരണം അനുഭവം കൊണ്ട് പറയാട്ടാ. അപ്പൊ അത് ഒരുവിധം സ്ഥലത്തൊന്നും ആ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ അച്ഛനും അമ്മയുണ്ട്, മറ്റുള്ളവരുണ്ടെങ്കിലും അവരൊക്കെ ഒരു ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് അതേപോലെയാണ് പെരുമാറുന്നത്. ഇവര് പറയുമ്പോ എന്താ പറയാന്നറിയോ? റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഉണ്ടാവില്ല എന്ന് ഇതാണ് പറയുക. അപ്പൊ നമ്മളൊക്കെ പണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചു വരുന്ന സമയത്തൊക്കെ ഫാമിലി നിറച്ചു ആൾക്കാരാണ്. ഇന്ന് പറഞ്ഞ ഒരച്ഛനമ്മ 2 മക്കള് അല്ലെ, അല്ലെങ്കിൽ ഒരച്ഛനമ്മ 1 കുട്ടി, അങ്ങനെയൊക്കെയാണ്. അന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അന്നൊക്കെ അമ്മമാര് 7, 8, 9, 10 ആൾക്കാരെയാണ് കുട്ടികളെയാണ് പ്രസവിച്ചിട്ട് വളർത്തുന്നത്. അതിൽ 3/4 ആൺകുട്ടികളായിരിക്കും. അപ്പൊ എത്ര പെൺകുട്ടികളാണ് ആ വീട്ടിലേക്ക് കയറി വരിക? ആ പ്രായമായ അച്ഛനും അമ്മേനെ അവര് ബഹുമാനിക്കണ്ടേ? അവിടെ ബഹുമാനിക്കുമ്പോ എങ്ങനെയാ സ്നേഹം കുറയുക? എനിക്ക് തോന്നണില്ല അതൊന്നും. ഇന്നത്തെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതൊന്നും ശരിയായ സംസാരങ്ങളല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവര് പറയണതായിരിക്കണം അവരെ വാക്ക്. നമ്മള് പറയണത് അവിടെ അനുസരിപ്പിക്കേണ്ട അല്ലെങ്കിൽ പറയണ്ട എന്നുള്ളതല്ല. എല്ലാവരും കൂടി വേണം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനും. അതൊക്കെ ഓരോരുത്തർ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കണം. അതൊക്കെ ഒരു കുടുംബത്ത് വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പറയാട്ടാ, സത്യം പറയണത് ഒന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കുടുംബത്തെ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒന്ന് ഒതുങ്ങിക്കൂടുക എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്.
അച്ഛനും അമ്മയും മക്കളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒതുങ്ങിക്കൂടുക. എന്നാ മാത്രം ആ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അല്ലാണ്ട് വരുന്ന പെൺകുട്ടികൾ ഒതുങ്ങി ആ കുടുംബം നല്ലപോലെ കൊണ്ടുപോകുന്ന ഒരിക്കലും ഒരാളും ചിന്തിക്കണ്ട. ഇന്നത്തെ കാലത്ത് അത് നടക്കണില്ല. ഒന്നത്. രണ്ടാമത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാന് അംഗൻവാടിയിൽ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു ഇമോഷണൽ ആയിട്ടൊരു ചെറിയൊരു സംഭവം ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര വിഷമം മനസ്സിലിട്ടാ. അപ്പൊ ഞങ്ങള് 83 വർക്കേഴ്സ് ഉണ്ട്. അതിൽ ഞങ്ങളെ 3 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തതിൽ എന്റെ സെക്ടറിൽ 29 പേരുണ്ട്. അപ്പൊ സൂപ്പർവൈസർ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? ടീച്ചർക്ക് ഇതിന്ന് പേഴ്സണൽ ആയിട്ടൊരു ഫ്രണ്ട് ഇല്ലേ എന്നാ ചോദിച്ചത്. ഈ ടീച്ചേഴ്സിന്റെ ഇടയിൽ ടീച്ചർക്ക് എല്ലാം ഓപ്പൺ ആയി പറയാൻ പറ്റിയ ഒരു പേഴ്സണൽ ഫ്രണ്ട് ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ സൂപ്പർവൈസറോട് എന്താ പറഞ്ഞതെന്ന് അറിയോ? സാറേ, നമ്മളെ അംഗൻവാടി പ്രൊജക്റ്റില് 83 വർക്കേഴ്സ് ഉണ്ട്. ഞാൻ 2 സെക്ടറിൽ വർക്ക് ചെയ്ത ആളാ. ഈ 83 വർക്കേഴ്സും എനിക്ക് ഫ്രണ്ട്സാണ്. കാരണം ഞാൻ പേഴ്സണൽ ആയിട്ടൊരു ഫ്രണ്ടിനെ പോലും ഇതൊന്നും തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ ഈ 83 ആളും എനിക്ക് ഒരുപോലെ എന്ന് പറഞ്ഞു ഞാൻ. അതെന്തുകൊണ്ടെന്നാ, ഒന്നാമത് ഒരാളെയും നമ്മൾക്ക് തോളത്ത് കൈയിട്ട് വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഒരാളോടും നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയായാലും അത് മറ്റുള്ളവരെ ചെവിയിലേക്ക് എത്തും. അതിലും നല്ലത് നമ്മളെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ ഭർത്താവ് തന്നെ ആവണതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതാകുമ്പോ നമുക്ക് വിശ്വസിക്കാലോ. ഇപ്പൊ നമ്മളെന്ത് കാര്യം തുറന്ന് പറയാൻ നമുക്ക്. അപ്പൊ മാം എടുത്തൊരു ക്ലാസ് കേട്ടപ്പോ നല്ല ഇത് തോന്നി, നല്ല ഇഷ്ടം തോന്നി. എനിക്കും കുറെ മുന്നേറ്റ് ഇതിങ്ങനെ എന്താ പറയാ, മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രണ്ട് അതിന്ന് കിട്ടും മാം. നമുക്ക് നമ്മളെ ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടില്ല. കൂടെ നിന്ന് വഞ്ചിക്കുന്നവരും ചതിക്കുന്നവരും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാളെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ കോളേജ് പരിസരത്തൊക്കെയാണ് ജോലി ചെയ്യണത്. ഇഷ്ടം പോലെ നമുക്ക് കാണാം ഓരോ കാര്യങ്ങളും തമ്മിലടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും. ഇപ്പൊ നേരത്തെ ബിൻസി മാം പറഞ്ഞ പോലെ എന്നിട്ട് ഒപ്പം സ്കൂട്ടർമ കയറി പോണതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എന്നു പറഞ്ഞാലേ കാണുന്ന അനുഭവങ്ങൾ അതൊക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം എടുത്ത്. ഇനി റസാഖ് സാർ പറഞ്ഞതിന്റെ ബാക്കി പറയാം. തീർച്ചയായിട്ടും ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട്. നമുക്ക് എന്താ പറയാ, എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അവരോട്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട്, ഇനി പറയാൻ പറ്റാത്ത ഭർത്താക്കന്മാരും ഉണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പൊ പിന്നെ റസാഖ് സർ പറഞ്ഞതിന്റെ ബാക്കി നമ്മളെ മീറ്റപ്പ് ആണ് സെക്കൻഡ് സാറ്റർഡേക്ക്. എന്തായാലും മാമും കൂടി അവിടെ വേണം, മാമിന്റെ പ്രസിഡന്റും കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മീറ്റപ്പിന്റെ ഗുണങ്ങൾ ആർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാനും റസാഖ് സാറും വായ തോരാതെ ഇതിൽ പറയാറുണ്ട് മീറ്റപ്പ്. ഒരാളും അതിനെ വകവയ്ക്കാറില്ല. പക്ഷെ ഈ മീറ്റപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. തമ്മിൽ ഒന്ന് കാണാൻ പറ്റാൻ തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യമല്ലേ. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പൊ നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റിച്ച് ഒരു ദിവസം സെൽഫ് ലവ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. മാം എന്തായാലും വരണം. കൊണ്ടൊട്ടി വെച്ചിട്ടായിരിക്കും പരിപാടി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പോ ഇന്ന് ഏകദേശം സമയമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാണ്. കാരണം എനിക്ക് നല്ല ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നത്. കാരണം ഞാൻ സിന്ധു മാം പറയുമ്പോൾ ഇടയ്ക്ക് കയറി എനിക്ക് പറയണം തോന്നിയപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് ഇതാണ്: ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. അവര് പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഇപ്പൊ ഒരാൾ ടൈപ്പ് ചെയ്തു വിശ്വസിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലും റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ, റെസ്പെക്ട് ദർ ഡിസിഷൻ. അവർ നമ്മളോട് പറയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ലീവ് ദം, റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ അത് ചെയ്യുക. നമുക്കത് പറയണ്ട എന്നല്ല, നമ്മളത് പറയണം, അനുസരിക്കണം ഒന്നുമല്ല ഇതിൽ പറയുന്നത്. അവരുടെ തീരുമാനം എന്താണെങ്കിലും ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് കിട്ടുന്ന ഒരു ശക്തിയും ഒരു സമാധാനവും ഒരു സന്തോഷവും ഞാൻ ശരിക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലരും പറയുമ്പോൾ ഞാൻ എപ്പോ മനസ്സിൽ പറയും, ഐ റെസ്പെക്ട് ദാറ്റ് വേർഡ്, ഐ റെസ്പെക്ട് ദാറ്റ് സിറ്റുവേഷൻ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വിട്ടുകൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ലീവ് ദം, ഗിവ് സ്പേസ് ഫോർ ദം. അങ്ങനെ കൊടുത്ത് റെസ്പെക്ട് കൊടുക്കുമ്പോണ്ടല്ലോ, ഇതെല്ലാം കൂടി നമ്മളിലേക്ക് വരുന്ന ഒരു ദിവസം ഉണ്ടാവും. ലെറ്റ്സ് വെയിറ്റ്. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.
അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും സംസാരിക്കാൻ? ഇല്ലല്ലോ. ഓക്കെ. ആരുടെയും ശബ്ദം കേട്ടല്ലോ. കേട്ടിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സിന്ധു മാം അതുപോലെ തന്നെ റസാഖ് സർ പറഞ്ഞ പോലെ പ്രവീണ മാം എന്തായാലും പ്രോഗ്രാമിന് വരിക. നമ്മളെല്ലാ ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിലാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. 11-ാം തീയതി സാറ്റർഡേ കൊണ്ടോട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രവീണ മാം മാത്രമല്ല കേട്ടോ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റാരെയോ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അറിയിക്കുക നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് കൺഫേം ആക്കുക. ഓക്കെ, മണി സർ. മണി സർ, സാറിന് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഇടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ട്, എങ്കിലും സാർ ട്രൈ ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. മൈ മൂവി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫിലിം കണ്ടു പോരാ മാത്രല്ല, അതിൽ എന്താണ് എന്നുള്ളതും കൂടെ നമ്മള് പഠിക്കണം അല്ലെ? ഓക്കെ, അപ്പോ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീറ്റപ്പിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻസ് നമ്മുടെ ബി മാജിക് ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം സിന്ധു മാം, സമീറ മാം, അതുപോലെ ഷാമിനി മാം, ഷൈമിന മാം, റസാഖ് സർ ഇവരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സുലൈഹ മാം ഇവരൊക്കെ കോൺടാക്ട് ചെയ്യാം. സുലൈഹ മാം എനിക്ക് തോന്നുന്നു കുറച്ച് ബിസിയാണ്, പുറത്തായി മീൻസ് കോഴിക്കോട് അങ്ങനെ നമ്മള് മോളൊരു ക്യാമ്പിലാണ്, അപ്പൊ അതിന്റെ തിരക്കിലായിരിക്കാം മേ ബി. അപ്പം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആരാണ് അവരെ കോൺടാക്ട് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഈ ഒരു സെഷനിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും, ഈ ഒരു ബി മാജിക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും, അതുപോലെ തന്നെ പ്രവീണ മാമിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Thank you, Pravina ma'am. Thank you, Mukhita. Thank you all.